നമസ്കാരം. നമ്മുടെ സായി കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡായിട്ട് നാളെ കയറാൻ പോകുന്നു എന്നുള്ള വാർത്ത ഒരുപാട് അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുമ്പ് വരെ പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടു. ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, ഇന്നും ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു സായി കൃഷ്ണ ഉണ്ടാവും എന്നുള്ള ഒരു സംശയം പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനുശേഷം ഒരുപാട് എന്റെ കമന്റ് ബോക്സിലല്ല, എല്ലാവരുടെ കമന്റ് ബോക്സിലും അല്ലെങ്കിൽ ഈവൻ ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സായി കൃഷ്ണ എന്തായാലും വരത്തില്ല. ഈ പറയുന്ന ഒരു 5-6 പേരുടെ ലിസ്റ്റ് നമ്മൾ തന്നു, അതിനകത്ത് എന്തായാലും സായി കൃഷ്ണ വരത്തില്ല. സായി കൃഷ്ണ വരാനുള്ള ഒരു ചാൻസും ഇല്ല. എവിടെ നിന്നാണ് താങ്കൾക്ക് ഇതുപോലത്തെ ന്യൂസ് കിട്ടുന്നത് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു. അപ്പൊ സായി കൃഷ്ണ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഈ കേൾക്കുന്നതെല്ലാം ഫേക്ക് ന്യൂസ് ആണോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നതൊന്നും ഫേക്ക് ന്യൂസ് അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും, അങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളൊന്നും നമ്മൾ ഇതുവഴി അങ്ങനെ പുറത്ത് വിടാറില്ല. നമ്മൾ കൺഫർമേഷൻ ഉള്ളത് മാത്രം, അല്ലെങ്കിൽ നമ്മളൊരു പോസിബിലിറ്റി പറയും വരാതിരിക്കാം, ഇത്ര ശതമാനം ചാൻസ് എന്നുള്ള തരത്തിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത്. കൺഫർമേഷൻ ആണെങ്കിൽ നമ്മൾ കൺഫേം എന്ന് തന്നെ പറയും. പക്ഷെ സായി കൃഷ്ണൻ ഞാൻ ഇപ്പോഴും കൺഫർമേഷൻ പറയുന്നില്ല. കാരണം സായി ആ വീടിനകത്ത് കയറുന്നത് വരെ നമുക്ക് കൺഫർമേഷൻ പറയാം. ഒരു 99% സായി ഉണ്ടാവും എന്നുള്ളത് തന്നെ. പിന്നെ വീട്ടിനകത്ത് കയറിയിട്ടേ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മനുഷ്യരാണല്ലേ, എപ്പോഴും വേണോ എന്ത് വേണോ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് കയറിയിട്ട് 1% മാത്രം ഞാൻ മാറ്റി വയ്ക്കുന്നു. ബാക്കി 99% സായി കൃഷ്ണ നാളെ ബിഗ് ബോസിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വൈൽഡ് കാർഡായിട്ട് കയറുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് നിങ്ങളടുത്ത് പറയുന്നത്. ഇനി ഇവിടെ സംശയം എന്താണ്? ഈ പറയുന്ന സായി കൃഷ്ണ ഇപ്പോഴും പറയുന്ന വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ എങ്ങനെ സായി കൃഷ്ണ പോകും, ഇനി എപ്പോഴാണ് പോകുന്നത്? 2 മണിക്കൂർ മുമ്പ് വരെ പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്, 2 മണിക്കൂർ മുമ്പ് വരെ പുള്ളി വീഡിയോ ഇട്ട് ചിലപ്പോൾ നാളെയും പുള്ളിയുടെ വീഡിയോ വരാം, ഈ പറയുന്ന മറ്റെന്തെങ്കിലും പുള്ളിയുടെ വീഡിയോ വരാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. മനസ്സിലായോ? അതുപോലെ സായി കൃഷ്ണയുടെ ആ വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും സായി കൃഷ്ണയുടെ ഒരു മേക്ക് ഓവർ അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ലേ. ഇതുവരെ നമ്മൾ സായി കൃഷ്ണനെ കണ്ടുള്ള രൂപമല്ല ഇന്ന് നമ്മുടെ ആ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. അപ്പോ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവർ നടത്തിക്കൂടെ എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടതിലൊന്നും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വലിയ ടെൻഷനും അല്ലെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളൊരു ജഡ്ജൊന്നും ചെയ്യണ്ട. ഈ പറഞ്ഞതുപോലെ എന്താണ്, പിന്നീട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ വൈകിട്ടായി, ചിലപ്പോൾ രാത്രിയായിരിക്കും ഫ്ലൈറ്റ്. ഇന്ന് അവിടെ ചെന്നാൽ മതി എന്നുള്ളതാണ്. നാളെയാണ് അവരുടെ എൻട്രി. നാളെ 11 മണിക്കേക്കാം, അത് നാളെ 8 മണിക്കകത്തും അവിടെ ചെന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ സായി കൃഷ്ണ വരുമെന്നുള്ളത് ഏതാണ്ട് 100% കൺഫർമേഷൻ ആയിട്ട്, നമുക്കത് 99% കൺഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കും അതിലൊരു ഡൗട്ടൊന്നും വേണ്ട, സായി കൃഷ്ണ വരുമോ ഇല്ലേ എന്നുള്ളതിന് ഡൗട്ടൊന്നും വേണ്ട. അതുപോലെ തന്നെ അഭിഷേക്, ശ്രീകുമാർ, അഭിഷേക്, ഈ പറയുന്ന ആ പുള്ളികളെല്ലാം വരാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അതുപോലെ തന്നെ പൂജയും ഈ പറഞ്ഞ സായി കൃഷ്ണയുടെ കേസ് പറഞ്ഞ പോലെ ഏതാണ്ട് നമുക്കൊരു 100%, 99% വിശ്വസിക്കാവുന്ന ഒരു വൈൽഡ് കാർഡാണ് ഈ പറയുന്ന സായി കൃഷ്ണയും പൂജയും അഭിഷേകും എല്ലാം. അപ്പൊ എന്തായാലും ഒരു 6 വൈൽഡ് കാർഡ് തന്നെ ഉണ്ടാവും എന്നുള്ളതിന് വേറെ സംശയമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നാളത്തോടെ കഴിയുമ്പോൾ ഈ പറയുന്ന കളി ഒന്ന് ടോട്ടലി ചേഞ്ച് ആവുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ വൈൽഡ് കാർഡുകൾ കാല് കുത്തുമ്പോൾ അവിടെ മുട്ടിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുന്നത് മറ്റാർക്കുമല്ല, അത് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കായിരിക്കും. എന്തുകൊണ്ടും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ജാസ്മിൻ ഇവിടെയുള്ള അല്ലെങ്കിൽ ആ വീട്ടുകാരെ മൊത്തം പറ്റിച്ചിട്ടുണ്ട് അല്ലെ. ആ വീട്ടുകാരെ മൊത്തം നമ്മൾ ഫ്രണ്ട്ഷിപ്പാണേ, വേറെ ഒന്നുമില്ല, നമ്മൾ ഫ്രണ്ട്ഷിപ്പിനകത്ത് കൈ പിടിച്ചൂടെ, എന്ത് ഉമ്മ വെച്ചൂടെ എന്നുള്ള രീതിയിൽ വീട്ടുകാരെ പറ്റിക്കാം. പക്ഷെ പ്രേക്ഷകരെ പറ്റിക്കാൻ പറ്റത്തില്ല, അറിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഒരു കാര്യം ഉറപ്പാണ്, ഈ നമ്മളെ ഈ വീട്ടുകാരെ പറ്റിച്ചതുപോലെ വരുന്ന വൈൽഡ് കാർഡുകളെ പറ്റിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം വൈൽഡ് കാർഡ് ഇതെല്ലാം കൃത്യമായിട്ട് കണ്ട് തൃപ്തി, ഇവർക്കറിയാലോ എന്താണ് ഇവർ എവിടെയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ എത്രത്തോളം ഔട്ട് പോയിട്ടുണ്ട് എന്നുള്ള കേസിൽ ഇവർക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും. അതായത് രാത്രി കാലങ്ങളിൽ ഇരുട്ടിന്റെ മറവുകളിൽ ചെയ്ത കിസ്സിങ്ങും തൊടലും ഇതെല്ലാം ബിഗ് ബോസ് ഔട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രേമ പരവശനായി അല്ലെങ്കിൽ കാമം മൂത്ത് നമ്മുടെ ഗബ്രി ഈ പറഞ്ഞ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ സംഭവം, ഞാൻ മറ്റെന്തിനേക്കാളും തന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ട് പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന വൈൽഡ് കാർഡുകൾ വരുമ്പോൾ അവരുടെ അപ്രോച്ച് എന്തായിരിക്കും, അവർ ഏത് രീതിയിലായിരിക്കും നമ്മളോട് ഈ പറയുന്ന ഇടപെടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു തേളിടുപ്പം, ഒരു ഇടിപ്പ്, നെഞ്ച് കിടന്ന് ഇടിക്കുന്നത് ജാസ്മിനും ഗബ്രിയുമായിരിക്കും. മനസ്സിലായോ? പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞാനൊരു കാര്യം പറയാം, ഇനി വൈൽഡ് കാർഡുകൾ വന്ന് ഓരോ സംഭവങ്ങൾ നിരത്തി വെച്ച് പറഞ്ഞാലും ഇവരത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇവരവിടെ കട്ടക്കി നിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇനി ചിലപ്പോൾ ഇവരുടെ ഈ പറയുന്ന കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലുമെല്ലാം കുറച്ചുകൂടി കൂടാനുള്ള ചാൻസും കൂടിയുണ്ട്. ഇനി വരുന്ന ഈ പറയുന്ന ജാസ്മിന്റെ സുഹൃത്ത് ആരെങ്കിലും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൂജയ്ക്കായാലും ജാസ്മിനെ അറിയാം, ഈ പറയുന്ന നമ്മുടെ ആരാണ്
സായിക്കാലം ജാസ്മിനും അറിയാം. അപ്പൊ ഇവർക്കൊക്കെ പരിചയങ്ങളുണ്ട്. വലിയ പരിചയം ഇല്ലെങ്കിലും അവർക്ക് ഈ ഇന്റർവ്യൂ ചെയ്തോ അല്ലെങ്കിലൊക്കെ പരിചയങ്ങളുണ്ട്. അവിടെ ചെന്നിട്ട് അവരൊരു ഫ്രണ്ട്ലി ലൈനിൽ ചെന്ന് പറയേണ്ടത് ഇതുപോലുള്ള വിഷയം ഇത്രയും നെഗറ്റീവാണ്, ഇല്ലെങ്കിൽ നിനക്ക് വെളിയിറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോ അങ്ങനെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജാസ്മിന് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ജാസ്മിൻ പെടും. പിന്നെ മറ്റൊന്ന്, ഈ വരുന്ന വൈൽഡ് കാർഡ് എല്ലാവരുടെയും ടാർഗറ്റ് ഈ പറഞ്ഞ പോലെ ഈ ജബ്രി കോംബോയെ തകർക്കുക എന്നുള്ളത് തന്നെ. 99% വരുന്ന പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ഈ രണ്ടുപേരെയും തകർത്തുകൊണ്ട് രണ്ടുപേരെയും രണ്ട് ഗ്രൂപ്പിലേക്ക് മാറ്റിക്കൊണ്ട് ഉള്ള ഒരു കളി ആരെങ്കിലും പുറത്തെടുക്കുകയാണെങ്കിൽ അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ട് കിട്ടും എന്നുള്ളത് ഈ വരുന്നവർക്ക് പറയാൻ നമുക്കും അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡുകൾ നാളെ വരുന്നതോടുകൂടി കളിയും വേറെ ലെവലാവും. നമുക്ക് വീണ്ടും കാണാം. ജയ്.